നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ദ ഡൂവർഷിപ്പ് ട്രാപ്പ് എന്നാണ്. ദ ഡൂവർഷിപ്പ് ട്രാപ്പ്. ഡൂവർഷിപ്പ് കർത്തൃത്വം. ദ ഡൂവർഷിപ്പ് ട്രാപ്പ് കർത്തൃത്വബോധം എന്ന കെണി. ഞാൻ എന്ന കുരുക്ക് എന്നർത്ഥം. നമ്മുടെ ഏറ്റവും വലിയ കുരുക്കാരാണ് നമ്മൾ തന്നെയാണ്. നമ്മൾ പലരിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിലും ആക്ച്വലി നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ട്രാപ്പ്. കർത്തൃത്വ ബന്ധനം എന്ന് പറയും, കർത്തൃത്വ ബുദ്ധി എന്നും പറയാം. ഇറ്റ്സ് എ ഡൂവർഷിപ്പ് ട്രാപ്പ്. എന്താ അതിൻ്റെ അർത്ഥം? ഡൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഐ ആം എൻ ഇൻഡിവിജ്വൽ പേഴ്സൺ. ഞാൻ ഒരു വ്യക്തിയാണ്, സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആൻഡ് ഐ ആം ദ വൺ ഹു പെർഫോംസ് ആക്ഷൻസ്. ഞാനാണ് ആക്ഷൻസ് ചെയ്യുന്നത്. എല്ലാ ആക്ഷൻസും ചെയ്യുന്നത് ഈ ഞാനാണ് എന്നാണ് അർത്ഥം. ഐ ആസ് എൻ ഇൻഡിവിജ്വൽ പേഴ്സൺ ആം ദ വൺ ഹു പെർഫോംസ് ആക്ഷൻസ്. ഒരു വ്യക്തി എന്ന നിലയിൽ കർമ്മങ്ങൾ ചെയ്യുന്നത് ഞാൻ ആണ്. ഈ ചിന്തയാണ് ട്രാപ്പ്. അതാണ് ദ ഡൂവർഷിപ്പ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം. സോ ഡൂവർഷിപ്പ്, നമ്മൾ ജീവിക്കുന്നത് ഈ ലോകം എന്ന് പറയുന്നത് ഒരു വേൾഡ് ഓഫ് ആക്ഷൻ ആണല്ലോ. ആണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ ആ നിമിഷം മുതൽ നമ്മൾ ഡൂവേഴ്സാണ്. ഞാനും നിങ്ങളും ഡൂവേഴ്സാണ്, കർമ്മം ചെയ്യുന്നവരാണ്. നമുക്ക് കുറേ ഏറെ ഉത്തരവാദിത്വങ്ങളുണ്ട്. ആൻഡ് വി ഹാവ് മെനി റോൾസ് ഇൻ അവർ ലൈഫ്. നമ്മളെല്ലാവരും ആ നിലയ്ക്ക് ഡൂവേഴ്സാണ്. കുട്ടികളെ വളർത്തുന്ന നമ്മളാരാ? നമ്മൾ മാതാപിതാക്കൾ ഡൂവേഴ്സാണ് അല്ലേ? നമ്മൾ ബിസിനസ് ചെയ്യുന്നു. ജോലിയിൽ നമുക്ക് പല ലക്ഷ്യങ്ങളുമുണ്ട്. ഇതെല്ലാം നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസ് വാട്ട്? ആസ് ഡൂവേഴ്സ് അല്ലേ? വീട്ടിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ വീട്ടിൽ നമ്മൾ ഓരോ കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൂവേഴ്സാണ്. അപ്പോൾ ഇവിടെ ഞാനും പിന്നെ ഞാൻ ചെയ്യുന്ന കർമ്മവും അല്ലെങ്കിൽ എനിക്കുള്ള ചില ചുമതല, ഇങ്ങനെയുള്ളൊരു ഡുവലിസ്റ്റിക് വേൾഡ്, ദ്വന്ദ്വ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ദ്വന്ദ്വ ലോകത്തിൽ ആരാണ് ഷോ നടത്തുന്നത് എന്ന് ഒരു ചോദ്യം ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ട് വരും. ചില സമയത്ത് നമുക്ക് സന്തോഷമുണ്ടാകുന്നു, ചില സമയത്ത് വല്ലാത്ത കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെയാണ് ഉണ്ടാകുന്നത് അല്ലേ? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചു. ആ മാറ്റത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെന്ത് പറയും? വി ടേക്ക് ക്രെഡിറ്റ് അല്ലേ? ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ സ്മാർട്ടാണെന്ന് പറയും, എനിക്ക് ആ കഴിവുണ്ടെന്ന് പറയും. പക്ഷേ ഞാൻ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പോയിട്ടില്ല വെച്ചാലോ ഞാൻ പറയും ഞാനൊരു പരാജിതനാണ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഈ ഡൂവർഷിപ്പിൻ്റെ ഒരു പ്രശ്നം. ഡൂവർഷിപ്പിൻ്റെ കൂടെ എപ്പോഴും ഒരു ബേർഡൻ വരുന്നുണ്ട്. നമ്മൾ പുറത്ത് ബാക്ക് പാക്ക് എന്ന് പറയും, വലിയ ബാഗുണ്ടല്ലോ, ഇത് കൊണ്ട് നടക്കുന്നത് പോലെയാണ്. നമുക്ക് എല്ലാ മേഖലകളിലും ഈ ഡൂവർഷിപ്പ് പ്രശ്നമായിട്ട് വരും. നമ്മുടെ ജോലിയിൽ വരും, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ വരും, ആരോഗ്യ വിഷയത്തിൽ പോലും നമുക്ക് ഈ ഡൂവർഷിപ്പ് വരുന്ന സമയത്ത് പ്രോബ്ലംസാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമുക്ക് ഒരു തോന്നലാണ് ഈ ഡൂവർഷിപ്പ് എന്നുള്ളത്. അത്ര എളുപ്പത്തിൽ നമ്മൾ സമ്മതിക്കില്ല, പക്ഷേ എങ്കിലും അന്വേഷിച്ചാൽ മനസ്സിലാകും വി ആർ നോട്ട് ആക്ച്വലി ഡൂവേഴ്സ്. ഇറ്റ് ഈസ് ആൻ ഇല്യൂഷൻ ക്രിയേറ്റഡ് ബൈ സംതിങ് ഇൻസൈഡ് ഓഫ് എസ്. ഇപ്പോൾ ഒരു തോട്ടക്കാരനെ നോക്കിക്കഴിഞ്ഞാൽ തോട്ടക്കാരൻ എന്ത് ചെയ്യുന്നു? നിലം റെഡിയാക്കും, സോയിലൊക്കെ പ്രിപ്പയർ ചെയ്യും, വളമൊക്കെ ഇടും, എന്നിട്ട് വിത്തൊക്കെ വിതയ്ക്കും അല്ലേ? എല്ലാ ദിവസവും നനയ്ക്കും. തോട്ടക്കാരനറിയാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇവിടെ പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ആ വിത്തിൽ നിന്നും മുള പൊട്ടി ഒരു ചെടി പുറത്തോട്ട് വരിക എന്നുള്ളതാണ്. അത് തോട്ടക്കാരന് ചെയ്യാൻ സാധിക്കില്ല. ഹീ കനോട്ട് പുൾ ഇറ്റ് ഔട്ട്, പറ്റില്ല. ഹീ കനോട്ട് ഫോഴ്സ് ദി സൺ ടു ഷൈൻ, പറ്റുമോ? ഇല്ല. സൂര്യൻ അതിൻ്റെ സമയത്തെ പ്രകാശിക്കൂ അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് ഇതിൻ്റെ പുറകിലുണ്ട്. നമുക്കൊന്ന് വിട്ടുകൊടുക്കാൻ സാധിച്ചാൽ ഈ ഡൂവർഷിപ്പ് റോൾ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാകും. അപ്പോൾ നമുക്കിവിടെ ചോദിക്കാം, ഹൂ ഈസ് ആക്ച്വലി റണ്ണിങ് ദ ഷോ? യഥാർത്ഥത്തിൽ ഇതെല്ലാം ആരാണ് നടത്തുന്നത്?
നമുക്ക് തോന്നും നമ്മളാണ് എന്ന്, പക്ഷേ സത്യം എന്താണ്? 99% കാര്യങ്ങളും നടക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ടാണ്. 1% മാത്രമാണ് നമ്മുടെ റോൾ. അത്രയ്ക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു ഇൻ്റലിജൻസ് ഉണ്ട്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഏറ്റവും ചെറിയ ടൈനി 1% മാത്രമാണ് നമുക്ക് ഒരു ചോയ്സ് ഉള്ളൂ. പക്ഷേ ഈ 1%ൽ നമ്മൾ പിടിച്ചുകൊണ്ട് ഞാൻ ഡൂവറാണ് എന്ന് പറഞ്ഞുകൊണ്ട് 100% ഔട്ട്കം നേടേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്, ഇതിങ്ങനെ വേണമെന്ന് നമ്മൾ പറയുമ്പോൾ പ്രോബ്ലമായി. നമ്മളിപ്പോൾ കാർ ഓടിക്കുന്ന കാര്യം തന്നെ എടുത്ത് നോക്കൂ. 1% പറ്റി പറഞ്ഞു. എന്താ ഈ 1%? 1% എന്ന് പറഞ്ഞാൽ ആ സ്റ്റിയറിംഗ് വീലൊന്ന് പിടിക്കുക, പെഡലൊന്ന് ചവിട്ടുക, ഗിയറൊന്ന് മാറ്റുക, ഇത്രയൊക്കെയാണ്. ബാക്കിയെല്ലാം കാറാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഈ ലൈഫ് എടുത്ത് നോക്കിയാൽ, നമ്മുടെ ശരീരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 99% പ്രവർത്തനങ്ങളും നടക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ടാണ്. നമ്മുടെ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ടാണ്. എല്ലാം ഓട്ടോമാറ്റിക്കാണ്. ശരീരത്തിൽ ഓരോ പ്രവർത്തനവും. മില്യൺസ് ഓഫ് ഇൻവിസിബിൾ ഫോഴ്സസ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. നമ്മളത് മറക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു പറയാം? നമുക്ക് ടെൻഷൻ കൂടാൻ തുടങ്ങും. വലിയ ബുദ്ധിമുട്ടാണ്. മറ്റൊരു ഉദാഹരണം നോക്കിക്കോളൂ. കൺസിഡർ യുവർ സ്ലീപ്പ്. രാത്രി ഉറങ്ങുന്നത് ആലോചിച്ചോളൂ. ഇപ്പോൾ കഴിഞ്ഞ രാത്രി നിങ്ങൾ ഉറങ്ങി 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങിയെന്ന് വിചാരിക്കാം. ചിലരതിൽ കൂടുതൽ ഉറങ്ങുന്നവരുണ്ടാവും, കുറവ് ഉറങ്ങുന്നവരുണ്ടാവും, അല്ലേ? ആ ഉറങ്ങിയ സമയത്ത് 5, 6, 7 മണിക്കൂർ നിങ്ങൾ ആക്ച്വലി നിങ്ങളെ മറന്നില്ലേ? മറന്നു. എന്തെല്ലാം മറന്നു? നിങ്ങളുടെ പേര് മറന്നു, നിങ്ങളുടെ കർമ്മം എന്താണ് എന്ന് മറന്നു, നിങ്ങളുടെ സ്റ്റാറ്റസ് മറന്നു, നിങ്ങൾക്ക് എത്ര പൊസഷൻസ് ഉണ്ട്, ബാങ്കിൽ എത്ര പണമുണ്ട്, നിങ്ങളുടെ എല്ലാ വറീസും, എവറിത്തിങ് യു ഫോർഗോട്ട്. ശരിയല്ലേ? എവറിത്തിങ് ഡിസപ്പിയർഡ്. ആ സമയത്ത് നിങ്ങൾ ടോട്ടലി അൺകോൺഷ്യസ് ആയിരുന്നു. പക്ഷേ ആ ടോട്ടലി അൺകോൺഷ്യസ് ആയ സമയത്ത് കാര്യമായ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടന്നിട്ടുണ്ട്. ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? നല്ല ഉറക്കത്തിലാണ് കാര്യമായ സംഭവങ്ങൾ നടക്കുന്നത്. മെജോറിറ്റി ഓഫ് ദ സെൽസ് ഗെറ്റ് റിപ്പയർഡ് വൈൽ വി ആർ അസ്ലീപ്പ്. ആ സമയത്താണ് ഒരു ടെൻഷനും ഇല്ലാതെ ഹാർട്ട് പ്രവർത്തിച്ചത്. ആയിരക്കണക്കിന് ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്തത് ഹാർട്ട് ആ സമയത്ത് നമ്മൾ അറിയാതെയാണ്. നമ്മുടെ ബ്രെയിനിൽ കുറേ ഏറെ ഡീടോക്സിഫിക്കേഷൻ നടന്നിട്ടുണ്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ ഈ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഉറങ്ങിയത്, അല്ലേ? ഈ ഞാൻ എന്ന് പറയുന്ന നമുക്കൊരു മാനേജറാണെന്ന് പറയാം, വിചാരിക്കുക. ഈ മാനേജർ കഴിഞ്ഞ രാത്രി 6 മുതൽ 8 മണിക്കൂർ ലീവിൽ പോയി. നമ്മുടെ ഈ ശരീരമാകുന്ന ഫാക്ടറി പ്രവർത്തിച്ചോ ഇല്ലയോ? പ്രവർത്തിച്ചു. നന്നായി പ്രവർത്തിച്ചോ ഇല്ലയോ? വളരെ നന്നായി പ്രവർത്തിച്ചു. ബാക്കിയുള്ള 18 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂർ ഉണർന്നിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതിനേക്കാൾ എത്രയോ ബെറ്ററായി പ്രവർത്തിച്ചു ഈ മാനേജർ 6 മുതൽ 8 മണിക്കൂർ സമയം ലീവിൽ പോയപ്പോൾ. അപ്പോൾ ഈ മാനേജർ കൊണ്ട് എന്താണ് പ്രയോജനമെന്ന ചോദ്യം വരും, അല്ലേ? ഒരു മാനേജർ ഇല്ലാത്ത സമയത്ത് ഒരു ഫാക്ടറി കൂടുതൽ നന്നായി ഓടുന്നു എങ്കിൽ ഈ മാനേജറോട് നിർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമില്ല. ഇത് തന്നെ അവിടെ പറയുന്നത്. ഈ ഞാൻ ഇല്ലാതായപ്പോൾ ഇത്രയും ഭംഗിയായി കാര്യങ്ങൾ നടന്നു എങ്കിൽ ഈ ഞാൻ എന്ന് പറയുന്ന ആ ഒരു തോന്നലാണേ മാനേജർ. വല്ല കാര്യവുമുണ്ടോ? ഒന്നുമില്ല. സത്യത്തിൽ ലൈഫ് നമ്മളെ ആവശ്യത്തിലേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളല്ല ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന സത്യം തിരിയണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മുടെ റോൾ വളരെ ചെറുതാണ്. ഒരു എക്സാമ്പിൾ, നമ്മൾ എഴുതുമെന്ന് വിചാരിക്കുക. ഈ എഴുത്തിന് പിന്നിൽ ഹിഡൻ കോംപ്ലക്സിറ്റീസ് കുറേ അധികമുണ്ട്. ഇൻ എവറി സിംഗിൾ മോഷൻ, എവറി സിമ്പിൾ മോഷൻ എഴുത്താണ് കാണിക്കുന്നത്, അല്ലേ? നമ്മളൊരു ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പറയും ഞാൻ എഴുതി, മനോഹരമായിട്ടുള്ളൊരു എഴുത്ത് ഞാൻ എഴുതി. ചെറിയൊരു ആക്ഷനാണല്ലേ? നമ്മളൊരു കപ്പ് കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളത് ആലോചിക്കുന്നേ ഇല്ല. പക്ഷേ ഈ പേന പിടിച്ച് എഴുതാനുള്ള
അതിൻ്റെ പിന്നിൽ നടക്കുന്നൊരു ഇൻ്റലിജൻസ്. ഒരു കപ്പ് കാപ്പി കുടിക്കണമെങ്കിൽ അതിന് പുറകിൽ നടക്കുന്ന ഇൻ്റലിജൻസ് ചിലപ്പോൾ ഒരു 50 മസിലോളം കോൺട്രാക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചില പ്രത്യേക ന്യൂറോൺസ് ബ്രെയിനിൽ ഫയർ ചെയ്യേണ്ടതായിട്ട് വരും. ഗ്രാവിറ്റിക്ക് വിരുദ്ധമായിട്ടാണ് നമ്മൾ പലതും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് തോന്നുകയാണ് നമ്മളാണിത് ചെയ്തതെന്ന്. സത്യത്തിൽ നമ്മളെന്താ ചെയ്തത്? നമുക്കൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, നമുക്കൊരു ഇൻറ്റൻഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, നമുക്കൊരു വിഷ് മാത്രമായിരുന്നു. അത് 1% ആണ്. ബാക്കി 99% ഒരു സൈലൻറ്റ് ഇൻ്റലിജൻസാണ് നമ്മളിലൂടെ പ്രവർത്തിച്ചത് എന്നതാണ് സത്യം. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? യു ആർ നോട്ട് ദ ഡൂവർ, യു ആർ മിയർലി എ വിഷർ. ആഗ്രഹിക്കുന്നവനാണ്, ആഗ്രഹിക്കുന്നവളാണ്. അപ്പോൾ ശരിയായ ഡൂവർ ആരാണ്? ഇതിന് പുറകിൽ പ്രവർത്തിച്ച ഒരു സുപ്രീം ഇൻ്റലിജൻസ്. ചിലർ അതിന് ദൈവം എന്ന് വിളിക്കും, പ്രപഞ്ചശക്തി എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. ശാസ്ത്രലോകം പോലും പറയുന്നു 95% പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് നമ്മളറിയാതെയാണ്. 5% മാത്രമാണ് നമ്മുടെ ജോലി. പക്ഷെ നമുക്ക് തോന്നുകയാണ് നമ്മളെല്ലാം ചെയ്യുന്നു, എന്നിട്ട് ഞാൻ ചെയ്തു എന്ന് പറയാണ്. ഈ ഞാൻ ചെയ്തു, അതായത് ഡൂവർഷിപ്പിന് പറയുന്നു കർത്തൃത്വ. ഇറ്റ് ഈസ് എ സെൻസ് ഓഫ് ഡൂവർഷിപ്പ്. സത്യത്തിൽ ഈ ഡൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ ചെയ്യലല്ല, ക്ലെയിമിംഗ് ആണ്. അവകാശവാദം ഉന്നയിക്കുകയാണ്, ഞാനാണ് ചെയ്തത്. അതാരാ പറയുന്നത് അറിയോ? ഈഗോ ആണ് വിഷയം. നമ്മുടെ ഉള്ളിൽ കണ്ടമാനം ഒച്ച വയ്ക്കുന്ന ഒരാളുണ്ട്. ദർ ഇസ് എ നോയ്സി പേഴ്സൺ ഇൻസൈഡ് ഈച്ച് വൺ ഓഫ് അസ്. നമ്മുടെ തലയ്ക്കുള്ളിൽ ഇങ്ങനെ ഇരിക്കുക. അത് പുള്ളി ഒരു കാര്യം ചെയ്യില്ല കേട്ടോ. പുള്ളിയുടെ ജോലി ഇതാണ്, അവകാശവാദം ഉന്നയിക്കും. ഞാനാണിത് ചെയ്തതെന്ന് പറയും. ശരിക്കാരാ ചെയ്യുന്നത്? ശരീരം ചെയ്യുന്നുണ്ട്, മനസ്സും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ആളിത് രണ്ടുമല്ല. ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഇങ്ങനെ പറയാണ് ഞാനാണ് ചെയ്തത് എന്ന്. അപ്പോൾ ശരീരം മനസ്സും ഒരുമിച്ച് അവർ ചേർന്ന് പ്രവർത്തിച്ച് എന്തോ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ചെയ്ത റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ടിൻ്റെ അടിയിൽ സൈൻ ചെയ്യുന്നത് ആരാണെന്നറിയോ? കർത്തൃത്വ ബോധമുള്ള ഞാൻ. ഇതാണ് വിഷയം. വളരെ ക്ലെവറാണ് കേട്ടോ. ഈ ഞാൻ എന്ന് പറയുന്ന ആ ചെറിയൊരു ബോധമുണ്ടല്ലോ, വളരെ ക്ലെവറാണ്. ക്ലെവർ എന്ന് പറയാൻ കാരണം എല്ലാം നന്നായി പോയി കഴിഞ്ഞാൽ മാത്രമേ പുള്ളി പറയൂ ഞാൻ ചെയ്തു എന്ന്. കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ പോയിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും, ഞാൻ പറയും അത് മറ്റൊരാൾ കാരണമാണ് എന്ന് പറയും. അതായത് പുള്ളി ഒരു ഫെയർ ഗെയിം കളിക്കുന്ന ആളല്ല. ഇതാണ് ട്രാപ്പ് എന്ന് പറഞ്ഞത്. ദ ഡൂവർഷിപ്പ് ട്രാപ്പ് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. നമ്മൾ സാധാരണ കോയിനൊക്കെ ടോസ് ചെയ്യുമല്ലോ അല്ലേ? എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാൻ 2 പേരുണ്ട് വിചാരിക്കുക, കോയിൻ ടോസ് ചെയ്യും, ഹെഡ്സ് ഓർ ടെയിൽസ് അല്ലേ? ഈ കർത്തൃത്വ ഭാവമുള്ള ഈഗോ ഉണ്ടല്ലോ, എന്താ പറയുന്നറിയോ? ഹെഡ്സ് ആണെങ്കിൽ ഐ വിൻ, ടെയിൽസ് ആണെങ്കിൽ യു ലൂസ് എന്നാണ് പറയുക. ഹെഡ്സ് വീണാൽ ഞാൻ പറഞ്ഞതാണ് ശരി, ടെയിലാണെങ്കിൽ നീ പറഞ്ഞത് തെറ്റാന്ന് പറയും. ഇതാണ് ഈ കർത്തൃത്വ ഭാവമുള്ള ഞാൻ എന്ന ഈഗോൻ്റെ പ്രധാന പരിപാടി. ഓക്കെ, അപ്പം നിങ്ങൾ കിച്ചണിലൊക്കെ ഭക്ഷണം പാചകം ചെയ്യാറുണ്ടല്ലോ. അപ്പം പാചകം ചെയ്തപ്പോൾ ഫ്ലൂക്കിൽ നല്ലൊരു ടേസ്റ്റി ഫുഡായി എന്ന് വിചാരിക്കുക. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പറയാൻ തുടങ്ങി ഇതെന്തൊരു നന്നായിട്ടുണ്ട്. അപ്പോൾ പറയും ഞാൻ അങ്ങനെ തന്നെ, ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ അത്രയൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല, പക്ഷേ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുമേ. ഇതങ്ങനെയാണ്. എൻ്റെ വീട്ടിൽ ചിലരൊക്കെ പറയാറുണ്ട് ഒരു സ്പെഷ്യൽ ടച്ച് ഉണ്ട് നിനക്ക് എന്ന്. ഇതൊക്കെ ആൾക്കാർ പറയാം കേട്ടോ, ഞാൻ പറയല്ലേ. എന്നാരാ പറയുന്നത്? ഈ ഞാൻ പറയുകയാണ് അല്ലേ. എനിക്ക് ശരിക്കും ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല ഇതിനെ പറ്റിയിട്ട്, പക്ഷെ എന്തോ ഒരു കഴിവ് എനിക്ക് ഉണ്ട്. ഇത് അറിയില്ല കേട്ടോ. ചിലപ്പോൾ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്രെഡിറ്റ് അവിടേക്ക് കുറച്ചൊക്കെ കൊടുക്കും, കുറച്ചേ കൊടുക്കുള്ളൂ. കൂടുതലും ഞാൻ തന്നെയാണ്. ഇതൊക്കെയാണ് ഈ ഞാൻ എന്ന സംഭവം അല്ലേ. നമ്മളവിടെ ഇഗ്നോർ ചെയ്യുന്നു. നമ്മൾ ഉപയോഗിച്ച ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ കാര്യങ്ങൾ, നമ്മൾ കുക്ക് ചെയ്ത സമയത്ത് ആ ഗ്യാസിലുണ്ടായിട്ടുള്ള ഈവൺ ആയിട്ടുള്ള ഫ്ലെയിം, ഇതൊക്കെ നമ്മൾ മറക്കുക ചെയ്യുന്നത്. എല്ലാ സംവിധാനങ്ങളും നമ്മുടെ അടുത്തുണ്ട്. പക്ഷേ ഫുഡ് നന്നായ സമയത്ത് ഞാൻ പറയുന്നു ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നു. എന്നാൽ നോക്കൂ, ചിലപ്പോൾ കരിഞ്ഞു പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വിചാരിച്ച പോലെ ടേസ്റ്റി ആയില്ല, എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ചു, ആരൊന്നും മിണ്ടുന്നൊന്നുമില്ല. അപ്പം ചിലപ്പം നമ്മൾ തന്നെ പറയൂലേ ഇന്ന് സ്റ്റൗ എന്താ അറിയില്ല, എന്തോ ഒരു കുഴപ്പമുണ്ട്. ആരും ചോദിച്ചില്ല കേട്ടോ.
ഉള്ളിലുള്ള ഈഗോന് ചെറിയൊരു വിഷമം, കാരണം ആരൊന്നും പറയുന്നില്ല. ഓ അത് ശരി, അതാണല്ലേ, എനിക്കും തോന്നി ഭക്ഷണം കഴിച്ച ആൾ പറയും. അല്ല, എന്താ വെച്ചാൽ റെസിപ്പി ഉണ്ടല്ലോ, അതിൽ ഒരു ചെറിയ അബദ്ധം പറ്റി. സാധാരണ അങ്ങനെയൊന്നും പറ്റാത്തതാണ് എനിക്ക്. പിന്നെ വേറൊരു വിഷയം ഉണ്ടായി. ഞാനത് ചെയ്യുന്ന സമയത്താണ് കുട്ടികൾ ബഹളം ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് അവരുടെ വഴിയാൽ പോകേണ്ടി വന്നു. കുട്ടികളൊക്കെ അങ്ങനെയാണ്. നമ്മൾ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ സമർത്ഥിക്കുകയാണ്, ഐ ആം നോട്ട് ദ പ്രോബ്ലം. ഇതാരായി പറയുന്ന അറിയോ? ദ ഡൂവർ. അങ്ങനെയാണ്. നിങ്ങളുടെ മകനോ മകളോ നന്നായി പഠിച്ചു, A+ കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ പറയും എൻ്റെ പേരൻറ്റിങ് കാരണമാണ്, ഞാൻ അങ്ങനെയാണ് വളർത്തിയതേ കുട്ടികളെ, ഞാൻ എത്ര സാക്രിഫൈസ് ചെയ്തെന്ന് ആർക്കെങ്കിലും അറിയോ? അങ്ങനെ ഡിസിപ്ലിനിൽ അവരെ വളർത്തിയതാണ്. രാവിലെ എഴുന്നേൽപ്പിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, പഠിപ്പിക്കും. ഇങ്ങനെയായിട്ടാണ് ഞാൻ അവരെ വളർത്തിയത്. അവർ വഴിതെറ്റാൻ സാധ്യതയില്ല എന്ന് പറയും. എന്നാൽ ഈ കുട്ടി തോറ്റാലോ, ആകെ പ്രശ്നമായി. അവൻ്റെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല കേട്ടോ, അല്ലേ? പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒരു വസ്തുവിനും കൊള്ളില്ല. പുതിയ ചില ആൾക്കാർ വന്നിട്ടുണ്ട്, എവിടെ നിന്ന് അവരൊക്കെ വന്നതെന്നറിയില്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ടീച്ചേഴ്സൊക്കെ എത്ര കേമന്മാരായിരുന്നു എന്നെ പഠിപ്പിച്ചവരൊക്കെ. ഇന്നത്തെ ടീച്ചേഴ്സ് ഒന്നിനും കൊള്ളില്ല. കുട്ടികളാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കില്ല, ഇങ്ങനെയൊക്കെ പറയും. ആ ഗ്രേറ്റ് പാരൻറ്റിങ് അവിടെ ഉണ്ട് കേട്ടോ, പക്ഷെ അതുകൂടെ പറയുന്നില്ല. കാരണം മകൻ തോറ്റു, മകൾ തോറ്റു, അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടില്ല. ഇതാണ് വിഷയം. ഇതാണ് ദ ട്രാപ്പ് എന്ന് പറയാനുള്ള കാരണം, കണ്ണിങ് ആണ് എന്ന് പറയാനുള്ള കാരണം. നമ്മൾ ട്രാഫിക്കിലൂടെ വളരെ സുന്ദരമായിട്ട് ഓടിച്ചു പോകുന്നു, കാരണം ഓടിക്കാനുള്ള കഴിവ് നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയും നമ്മളൊരു എക്സ്പേർട്ട് ഡ്രൈവറാണെന്ന് പറയും. പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് ചെറിയൊരു തട്ടവിടെ തട്ടി. അപ്പോൾ പറയും ഇയാൾ എവിടെ നിന്നായി വന്നത്? നോക്കാതെ എല്ലാവരും ഓടിക്കുക. നോക്കൂ, അവിടെ നമ്മുടെ ആ ഒരു പ്രൊഫിഷ്യൻസി ആസ് എ ഡ്രൈവർ നമ്മൾ പറയുന്നില്ല. റോഡ് മോശമാണ്, ഇതൊക്കെ പറയും. ഇതാണ് ദ കണ്ണിങ് ഡ്രൈവർ ഇസ് ദ ഡൂവർ. ശ്രീ രമണ മഹർഷി പറയുന്നു, ദ സെൻസ് ഓഫ് ഡൂവർഷിപ്പ് ഇസ് ദ ബോണ്ടേജ് ആൻഡ് നോട്ട് ദി ആക്ഷൻസ് ദെംസെൽസ്. കർത്തൃത്വഭാവമാണ് ബന്ധനം, പ്രവൃത്തികൾ ബന്ധനമല്ല എന്ന് മഹർഷി പറയാണ്. ആക്ഷൻസ് ആർ നോട്ട് ബോണ്ടേജ്. നമ്മൾ വിചാരിക്കും ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെല്ലാ കർമ്മങ്ങളൊക്കെ മാറ്റി നിർത്തി നമ്മൾ ഹിമാലയത്തേക്ക് പോവുക, അങ്ങനെയൊക്കെ. അതൊന്നും അല്ല ശരിക്ക്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡൂവർഷിപ്പ് ഇല്ലാതെ ജോലി ചെയ്യലാണ്. രമണ മഹർഷി പറയുന്നതിൻ്റെ ഉദ്ദേശം ആക്ഷൻസ് ഇവിടെ ബോണ്ടേജ് ഉണ്ടാക്കുന്നില്ല, പ്രവൃത്തികൾ ബന്ധനമല്ല എന്ന് പറഞ്ഞാൽ ആക്ഷൻ എന്ന് പറയുന്നത് ജഡമാണ്. ഒരു എനർജി മൂവ്മെൻറ്റ് കൊണ്ട് ചിലത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. കാറ്റടിക്കുന്നുണ്ടല്ലോ, നദികൾ ഒഴുകുന്നുണ്ടല്ലോ, ശരീരം ഭക്ഷണം കഴിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, എല്ലാം സംഭവിക്കുന്നു. ഇതൊന്നും ശരിക്കും കർമ്മയുണ്ടാക്കുന്നില്ല. ഈ കർത്തൃത്വഭാവം വരുന്ന സമയത്താണ് കർമ്മം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബന്ധനം തുടങ്ങുന്നത് ഡൂവർഷിപ്പിൽ നിന്നാണ്. ഇതുകൊണ്ടാണ് ഇത് ട്രാപ്പാണ് എന്ന് പറയാനുള്ള കാരണം. നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് ഞാനിത് ചെയ്തു എന്ന് പറയാൻ, ആ നിമിഷം നിങ്ങൾ കർമ്മ ഏറ്റെടുത്തു. ആഗാമി കർമ്മ എന്നതിന് പറയാം. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ് നമ്മളിത് പറയുന്നത് കൊണ്ട്. കാരണം നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മളിലൂടെ മറ്റൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയാതെ പോകുന്നു. അതാണ് ഇഗ്നോറൻസ്, അവിദ്യ. ദിസ് ഇസ് ദ ട്രാപ്പ്. അപ്പോൾ ഈ ശരീരം ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഒരു സെൻസ് ഓഫ് ഡൂവർഷിപ്പ് കൊണ്ടുവരുന്നത് ആരാണ്? നമ്മുടെ ഉള്ളിൽ ഏതോ ഒരു സംഗതിയിൽ അതൊരു പശ കാരണമാണ് വരുന്നത്. ഇറ്റ് ഈസ് ആക്ടിങ് ലൈക്ക് എ ഗ്ലൂ. നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ സഹായിച്ചു എന്ന് പറയും, അല്ലേ? നിങ്ങളാരെങ്കിലും ഹർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വിചാരിക്കാതെ സംഭവിച്ചതാണ്, ഞാനത് ചെയ്തു എന്ന് പറയും. അവിടെയും നമുക്ക് ഗിൽട്ട് വന്നു, അല്ലേ? സത്യത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൊന്നും ഒരു പ്രശ്നമില്ല. നേരത്തെ പറഞ്ഞ പോലെ ആ കടലാസിൻ്റെ അടിയിൽ നമ്മൾ ഒപ്പിടുന്നുണ്ടല്ലോ ആസ് ദ ഡൂവർ, അതാണ് പ്രോബ്ലം. രമണ മഹർഷി ഇതൊരു ഉദാഹരണമായിട്ട് സാധാരണ പറയാറുള്ളത് ഒരു കത്തിച്ചാമ്പലായ കയറ് പോലെ എന്ന് പറയാറുണ്ട്. ഓക്കെ, കത്തിയ കയറ് അങ്ങനെ കത്തിച്ചാമ്പലായിട്ട് കിടക്കുകയാണ്. പക്ഷെ കാണുന്ന സമയത്ത് കയറാണെന്ന് തോന്നും. അത് പിടിച്ചു കഴിഞ്ഞാൽ അതിലൊന്നുമില്ല, അത് വെറും വെണ്ണീറാണ് എന്ന രീതിയിലാണ് നമ്മൾ കർമ്മം ചെയ്യുന്ന സമയത്ത്
കർത്താവ് ആയ ഞാനാണ് ഇത് ചെയ്തത് എന്ന തോന്നലില്ലാതെ എന്തും ചെയ്തു കഴിഞ്ഞാൽ കർമ്മയുടെ എഫക്റ്റ് എങ്ങനെയാണ്? ഈ കയറ് പോലെയാണ്, കത്തിച്ചാമ്പലായ കയറ് പോലെയാണ്. ദർ ഇസ് നോ കർമ്മ. പക്ഷേ ഈ ഞാനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം കർമ്മ, നല്ലതും ചീത്തയും എല്ലാം ഇങ്ങോട്ട് വരും. ജ്ഞാനിയുടെ പ്രത്യേകത, അദ്ദേഹം എന്ത് ചെയ്യുന്ന സമയത്തും അദ്ദേഹം ചെയ്യുകയാണ്, ഡൂവർഷിപ്പ് ഉണ്ട് എന്ന് അദ്ദേഹം വിചാരിക്കുന്നില്ല. എല്ലാം ചെയ്യും, പക്ഷേ ഞാനാണ് ചെയ്തത് എന്ന് പറയില്ല. മഹർഷി വേറൊരു ഉദാഹരണം പറയുന്നത്, ഒരു ചെറിയ കുട്ടി, മുലപ്പാൽ കുടിക്കുന്ന കുട്ടിയാണ്. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പാൽ കുടിച്ച് കിടന്നുറങ്ങുമ്പോഴാണ് പാൽ കുടിച്ചത്. പിറ്റേ ദിവസം അമ്മ പറയാണ്, നീ പാൽ കുടിച്ചു. ഇല്ല, ഞാൻ കുടിച്ചിട്ടില്ലല്ലോ എന്ന് പറയാണ്. പക്ഷേ കുടിച്ചിട്ടുണ്ട്. പുള്ളി അറിയുന്നില്ല, കുട്ടി അറിയുന്നില്ല. ഇതുപോലെയാണ് ഒരു ജ്ഞാനി. ഒന്നിനും അവകാശവാദം ഉന്നയിക്കാതെ പ്രവർത്തികൾ കൃത്യമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജ്ഞാനി. സോ റെസ്പോൺസിബിലിറ്റി വിതൗട്ട് ഡൂവർഷിപ്പ്, കർത്തവ്യബോധം കൂടാതെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന രീതി. ഞാനാണ് ചെയ്തത് എന്ന് പറയാതെ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബാങ്കിൽ കാഷ്യർ ഒരു ദിവസം എത്ര എണ്ണും? കോടിക്കണക്കിന് ഉറുപ്പിക ചിലപ്പം എണ്ണിയെന്നിരിക്കും അല്ലേ? എല്ലാ ദിവസവും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ആ ബാങ്കിലൂടെ വരുന്ന ഒരുവിധം പണം മുഴുവൻ ചിലപ്പോൾ ഇയാളുടെ കയ്യിലൂടെ അങ്ങനെ പോകുന്നതായിരിക്കും. കൗണ്ടറിൽ, ടെല്ലർ കൗണ്ടറിൽ കൃത്യമായിട്ട് കൗണ്ട് ചെയ്യുന്നു, വേണ്ട രീതിയിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു അല്ലേ? വർഷാവസാനം ബാങ്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി വെച്ചാൽ എന്താ ഇയാൾ പറയുക? ഇയാൾ ഡാൻസ് കളിക്കുമോ? ഇല്ല. ആ വർഷം ബാങ്കിന് വല്ലാത്ത നഷ്ടമായി എന്ന് വിചാരിക്കുക, ഇയാൾ കരയോ? ഇല്ല. ഇയാൾ അല്ലെങ്കിൽ സ്ത്രീ കരയില്ല. ഷീ വോണ്ട് ക്രൈ. എന്താ കാരണം? ഷീ നോസ് ഇറ്റ് ഇസ് നോട്ട് ഹെർ മണി. ഷീ നോസ് ഷീ ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ്. ഒരു ട്രസ്റ്റി പോലെയാണ് ഈ ക്യാഷ് കൈകാര്യം ചെയ്തത്. നമ്മളും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കർമ്മത്തെ ദൈവത്തിൻ്റെ ബാങ്കായി കാണാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മളും ട്രസ്റ്റിയാണ്. നമ്മളെ ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവം, അല്ലെങ്കിൽ ആ ശക്തി. നമ്മൾ ആ ശക്തി നമുക്ക് വേണ്ടി തന്ന കർമ്മങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നു വിത്തൗട്ട് ഡൂവർഷിപ്പ്. കർത്തൃത്വ ഭാവമില്ലാതെ നമ്മൾ ചെയ്യുന്നു. നമുക്കറിയാം, ഇതിൻ്റെ ക്യാപിറ്റൽ ഇറക്കിയതും ഈശ്വരനാണ്, ഇതിൻ്റെ പ്രോഫിറ്റ് എടുക്കുന്നതും ഈശ്വരനാണ്. ഞാനിത് ചെയ്യുക മാത്രമേ വേണ്ടൂ എന്നുള്ള ബോധത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനാണ് കർമ്മയോഗ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവില്ല. ഡൂവർഷിപ്പ് വരുമ്പോൾ എനിക്കെല്ലാം വേണം, എനിക്കെല്ലാം വേണം എന്ന തോന്നൽ വരും. എനിക്ക് നല്ലത് മാത്രം മതി, മോശമായിട്ടുള്ളൊന്നും വേണ്ട എന്ന് പറയും. ഇതിനാണ് അഹങ്കാരം എന്ന് പറയുക. നമ്മൾ കേട്ട ഒരു കഥയാണത്. ഒരു കുരങ്ങൻ കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഒരു ബോട്ടിൽ കുറേ നട്ട്സ് കണ്ടു. ഉടനെ ഇതെടുക്കണം വിചാരിച്ചിട്ട് കൈയുള്ളിലേക്ക് ഇട്ടു. ഏറ്റവും മാക്സിമം വാരാൻ വേണ്ടിയിട്ട് വലിച്ചു നോക്കി. പക്ഷേ കൈ ഒടുങ്ങി. കാരണം അതിൻ്റെ വായവട്ടം ചെറുതാണ്. എത്ര നോക്കിയിട്ടും ഈ നട്ട്സ് പുറത്തോട്ട് എടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ചെയ്തു, ആ നട്ട്സ് മുഴുവൻ അതിലേക്ക് തന്നെ ഇട്ടു. എന്നിട്ട് കൈ പുറത്തോട്ട് എടുത്ത സമയത്ത് ഒരു പ്രശ്നമില്ല. ഇവിടെ നോക്കൂ, ഇതെല്ലാം എനിക്ക് വേണമെന്ന ഫീലിംഗ് ആണ് ശരിക്കും ഈ ഞാൻ എന്ന കർത്താവിനെ, അതായത് ഈഗോനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഐ വോണ്ട് എവറിത്തിങ് ഫോർ മൈ സെൽഫ് എന്ന് പറയുമ്പോൾ ഈഗോ കൂടുതൽ കൂടുതൽ ഇൻഫ്ലേറ്റഡ് ആയിട്ട് മാറും. ഈഗോ ഇൻഫ്ലേറ്റഡ് ആകുന്ന സമയത്ത് നമുക്ക് യാത്രയിൽ ഈ കുരങ്ങൻ്റെ കൈ ഒടിഞ്ഞതുപോലെ കുറേ വിഷമങ്ങൾ നേരിടേണ്ടി വരും. ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടാൽ മതി. നമ്മളൊന്ന് ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ വാട്ട് എവർ വി ഡിസേർവ് വിൽ കം ടു അസ്. ഡൂവർഷിപ്പ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. ഈ ഡൂവർഷിപ്പിൽ നിന്ന് എൻജോയർഷിപ്പും സഫറർഷിപ്പും ഉണ്ടാകുന്നുണ്ട്. കർത്തൃത്വ ബോധത്തിൽ നിന്നും ഭോക്തൃത്വ ബോധം, ഭോക്തൃത്വ ഭാവം ഉണ്ടാകുന്നു. സെൻസ് ഓഫ് എൻജോയർഷിപ്പ്, സഫറർഷിപ്പും കൂടിയുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളാണ് നിങ്ങളുടെ കുട്ടിയെ ഏറ്റവും നന്നായി വളർത്തിയത് എങ്കിൽ, അപ്പോൾ ആ കുട്ടിയിലുണ്ടാകുന്ന പ്രോബ്ലംസും നിങ്ങൾ സഫർ ചെയ്യേണ്ടതായിട്ട് വരും. അതില്ലാതെ പറ്റില്ല. നിങ്ങൾ ചെയ്യുന്ന കർമ്മം ഞാൻ എന്ന ഭാവത്തോടെ ചെയ്യുമ്പോൾ അതിൽ നിന്നുമുണ്ടാകുന്ന റെസ്പോൺസസ്, അതിൽ നിന്നുണ്ടാകുന്ന ഔട്ട്കം പോസിറ്റീവായാലും നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും, നെഗറ്റീവായാലും നിങ്ങൾ
ഏറ്റെടുക്കേണ്ടി വരും. ഒരു സീലിംഗ് ഫാൻ തിരിയുന്നുണ്ട്. സീലിംഗ് ഫാൻ തിരിയുമ്പോൾ സീലിംഗ് ഫാൻ പറയുകയാണ്, ഞാനാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് കർത്തൃത്വ ബോധം. ആ ഫാന് മറക്കുകയാണ് എൻ്റെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്ന ആ ഇലക്ട്രിസിറ്റി, വൈദ്യുതി, നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ഈ ലൈഫ് ഫോഴ്സ്, അത് ആക്ച്വലി നമ്മളല്ല, ഈ ശരീരവും മനസ്സും ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നന്ന്. രമണ മഹർഷി സാധാരണ പറയുന്ന ഒരു എക്സാമ്പിൾ, ട്രെയിനിൽ പോകുന്ന സമയത്ത് ഈ ഭാണ്ഡക്കെട്ട് ഇറക്കി വെക്കാനാണ്. ഒരാൾ യാത്ര ചെയ്യാണ് ട്രെയിനിൽ, അപ്പോൾ തലയിൽ ഈ ഭാണ്ഡം പേറി ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ തലയിൽ വെച്ചാലും താഴെ വെച്ചാലും എത്തേണ്ട സ്ഥലത്ത് ഈ ബാഗേജ് എത്തും. പക്ഷെ പലപ്പോഴും നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ഭാരം മുഴുവൻ തലയിൽ വെച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് ട്രെയിനിൽ. ട്രെയിൻ എന്ന് പറയുന്നത് യൂണിവേഴ്സലായിട്ടുള്ള പവറാണ്. നമ്മളത് മനസ്സിലാക്കണം. നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വി ഡോണ്ട് ഹാവ് ടു ഡു മച്ച്. ചെയ്യേണ്ട കർമ്മം നമ്മൾ നന്നായി ചെയ്യണം. ഇതിന് ദ കോസ്മിക് ലോ ആൻഡ് ഡെസ്റ്റിനി എന്ന് പറയും. പ്രപഞ്ച നിയമവും വിധിയും, അല്ലെങ്കിൽ ഫെയ്റ്റ് എന്ന് പറയും. അപ്പോൾ മഹർഷി തന്നെ പറയുന്നുണ്ട്, ഡെസ്റ്റിനി എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അക്കോർഡിംഗ് ടു ദി ഓർഡൈനേഴ്സ് ലോ, ഈശ്വരൻ്റെ നിയമപ്രകാരം സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. നമുക്കൊന്നേ ചെയ്യാൻ പറ്റൂ. നമുക്ക് ചെയ്യാനുള്ള കർമ്മം കർത്തൃത്വ ഭാവം ഇല്ലാതെ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന ആ ഫലമുണ്ടല്ലോ, ഫ്രൂട്ടുണ്ടല്ലോ, അത് നിശ്ചയിക്കുന്നത് വിധിയാണ്. ആ ഫലം നമ്മുടെ കയ്യിലല്ല എന്നർത്ഥം. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാം. എത്ര വിഷമമുണ്ടെങ്കിലും ആ വിഷമങ്ങളെല്ലാം സറണ്ടർ ചെയ്തുകൊണ്ട് ചെയ്യേണ്ട കർമ്മം അറിയാവുന്ന രീതിയിൽ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാം, ഒരു കംപ്ലൈൻറ്റും കൂടാതെ. പക്ഷേ ബിസിനസ് എങ്ങനെ പോകും എന്ന് നിശ്ചയിക്കുന്നത് മറ്റ് പല ഫാക്ടേഴ്സുമാണ്. മാർക്കറ്റ് കണ്ടീഷൻസാണ്. അതിനാണ് വിധി എന്ന് പറയുന്നത്. നമുക്ക് ഈ ശരീരം നന്നായി നോക്കാം. ഭക്ഷണം നേരത്തിന് കഴിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, നേരത്തിന് കിടന്നുറങ്ങാം. എങ്കിലും ചിലപ്പോൾ അസുഖം വരും. അസുഖം വരുമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് മറ്റ് പല ഫാക്ടേഴ്സുമാണ്. ഹെറിഡിറ്ററി ആയിട്ടുള്ള പല ഇഷ്യൂസ് ഉണ്ടാവും. ജെനറ്റിക്സ് ഉണ്ടായിരിക്കും, നമ്മുടെ ചുറ്റുപാടുണ്ടായിരിക്കും. അതാണ് വിധി. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാൻ പറ്റും, പക്ഷേ എന്ത് സംഭവിക്കും എന്നത് നമ്മുടെ കയ്യിൽ അല്ല. ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വിഷമം കൂടുകയാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക? കുറയുകയാണ് ചെയ്യുക. കാരണം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ ഇൻഡിവിജ്വൽ വില്ലുണ്ടല്ലോ, അത് വളരെ ചെറിയൊരു ഫ്രാക്ഷനാണ്. യൂണിവേഴ്സൽ വില്ലായിട്ട് നോക്കുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ്. സോ വി ഹാവ് ടു ഡു വാട്ട് എവർ വി ക്യാൻ. മഹർഷി പറയുന്നു, സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണോ? അല്ല, ചെയ്യണം. പക്ഷേ ഡൂവർഷിപ്പ് ഇല്ലാതെ ചെയ്യണം. വിച്ച് മീൻസ് വി മസ്റ്റ് ആക്ട് ലൈക്ക് എൻ ഇൻസ്ട്രുമെൻറ്റ്. നമ്മളൊരു നിമിത്തം ആയി മാറണം. നമ്മളൊരു നിമിത്തം മാത്രമാണ്. നിമിത്തം മാത്രമാണെന്ന് പറയുമ്പോൾ നമ്മളോട് ലേസി ആവാനല്ല പറയുന്നത്. നമ്മൾ കർമ്മം കൃത്യമായി ചെയ്യണം, ഒരു ആങ്സൈറ്റിയും ഇല്ലാതെ ചെയ്യണം എന്നർത്ഥം. നമ്മളൊരു പേനയെ പോലെയാണ്. ഈ പേന കടലാസിൽ എഴുതുന്ന സമയത്ത് പേന വറി ചെയ്യാറുണ്ടോ? എനിക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കുമെന്ന് പേന ചോദിക്കുമോ? ഇല്ല. പേനയ്ക്കറിയാം അതിൻ്റെ പുറകിൽ ഒരു ഇൻ്റലിജൻസ് ഉണ്ട്. അതിലൂടെ ഇങ്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. എഴുതിയ കവിത മോശമായി കഴിഞ്ഞാൽ പേന കരയില്ല. എഴുതിയ കവിത വളരെ ഭംഗിയായിട്ടുണ്ടെങ്കിൽ പേന ചാടിക്കളിക്കില്ല. ബിക്കോസ് ദ പെൻ നോസ് ദാറ്റ് ദ റൈറ്റിംഗ് ഇസ് ഡൺ ത്രൂ ഇറ്റ്, നോട്ട് ബൈ ഇറ്റ്. ഞാനാണ് ചെയ്തത് എന്ന ഭാവം പേനയ്ക്കില്ല. എപ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതം നമ്മളല്ല നിയന്ത്രിക്കുന്നത്, നമ്മൾ ചെയ്യേണ്ട രീതിയിൽ വിട്ടുകൊടുത്തുകൊണ്ട് സറണ്ടർ ഭാവത്തോടെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ നടക്കേണ്ടത് അതങ്ങനെ നടക്കും എന്ന ബോധ്യത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ടെൻഷനും ഉണ്ടാവില്ല. നമ്മൾ ഒരു പൈപ്പ് പോലെയാണ്. നമ്മളിലൂടെ വെള്ളം ഫ്ലോ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. നമ്മുടെ ജോലി ഈ പൈപ്പ് വൃത്തിയായിട്ട് വെക്കുക എന്നുള്ളതാണ്. പൈപ്പ് വൃത്തിയായിട്ട് വെക്കുക വെച്ചാൽ പ്യുവർ മൈൻഡ്, ക്ലീൻ ബോഡി, അത്രേ വേണ്ടൂ. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊള്ളും.
ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, സ്റ്റാൻഡ് അപ്പ്, പ്രിപ്പയർ ടു ഫൈറ്റ് ആൻഡ് വിൻ ഗ്ലോറി, കോൺകർ യുവർ എനിമീസ് ആൻഡ് എൻജോയ് എ പ്രോസ്പെറസ് കിങ്ഡം. All these enemies have already been slain by me. You are only an instrument in this endeavor, O Arjuna. സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുന്നത്, എഴുന്നേൽക്കൂ അർജുന, ശത്രുക്കളെ ജയിച്ച് സമ്പന്നമായ ഒരു രാജ്യം ആസ്വദിക്കാനാണ് അർജുനനോട് കൃഷ്ണൻ പറയുന്നത്. ഈ ശത്രുക്കളെയെല്ലാം ഞാൻ മുമ്പ് തന്നെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. നീ ഈ ഉദ്യമത്തിൽ ഒരു ഉപകരണം മാത്രമാണ്. യു ആർ ഓൺലി ആൻ ഇൻസ്ട്രുമെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ സിമ്പിളായിട്ടുള്ള മീനിങ്, നീ കാര്യമായി ഡൂവർഷിപ്പിൻ്റെ റോൾ എടുക്കണ്ട. യു സിംപ്ലി ബി ആൻ ഇൻസ്ട്രുമെൻ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നീ ചെയ്യേണ്ടത് എന്താണോ അത് നിനക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്ത് സംഭവിക്കും? ദെൻ യു വിൽ വിൻ. യു ക്യാൻ എൻജോയ് ദിസ് പ്രോസ്പെറസ് കിങ്ഡം. നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം എന്നാണ് സിമ്പിളായിട്ടുള്ള മീനിങ്. ബട്ട് ഡീപ്പറായിട്ടുള്ള മീനിങ് എന്താണ്? ഇവിടെ അർജുനൻ ആരാണ്? അർജുന ഈസ് ദ ഡൂവർ. ജീവ എന്ന് പറയും, അല്ലെങ്കിൽ ഈഗോ എന്ന് പറയാം. ഹീ ഈസ് ദ ഇൻഡിവിജ്വൽ സോൾ. എനിക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റി, ഞാൻ ഈ ശരീരവും മനസ്സുമാണ് എന്ന് ധരിക്കുന്ന ഒരു വ്യക്തിത്വ ബോധമുണ്ടല്ലോ, ഞാനാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന തോന്നലുണ്ടാകുന്ന ആ വ്യക്തിയുണ്ടല്ലോ, പലതിനോടും അറ്റാച്ച്ഡ് ആയിരിക്കുന്നൊരു വ്യക്തിയുണ്ടല്ലോ, ഞാൻ കർത്താവാണ് എന്ന് പറയുന്ന കർത്തൃത്വ ബോധമുള്ള ഐ ആം ദ ഡൂവർ എന്ന് പറയുന്ന വ്യക്തിയാണ് അർജുനൻ. സോ ബിക്കോസ് ഹീ ഈസ് ഐഡൻറ്റിഫൈങ് ഹിംസെൽഫ് വിത്ത് ദ ബോഡി, ഈ ശരീരവുമായി താതാത്മ്യപ്പെടുത്തുന്നത് കാരണം അർജുനൻ വിഷമത്തിലാണ്. ആ അർജുനനോട് ആരാ പറയുന്നത്? കൃഷ്ണൻ. കൃഷ്ണൻ ആരാണ്? കൃഷ്ണൻ ആത്മാ, സെൽഫ് എന്ന് പറയാം. നമ്മുടെ പ്യുവർ അവെയർനെസ്സാണ്, നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ പരമമായ ചൈതന്യമാണ് കൃഷ്ണൻ. ഹീ ഈസ് ദ ഇന്നർ ഗുരു, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഗുരുവാണ്. ഇറ്റ് ഈസ് ദ വിറ്റ്നസ്, സാക്ഷിഭാവത്തിലുള്ള ആ ബ്രഹ്മമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പറയാണ് കോൺകർ യുവർ എനിമീസ്. ഈ ശത്രുക്കൾ ആരാണ്? ഈ ശത്രുക്കൾ വാസനകളാണ്, ചിന്തകളാണ്. പുറമേയുള്ള ശത്രുക്കൾ കൗരവപ്പെട 100 കൗരവരല്ലേ, 100 മക്കളല്ലേ ധൃതരാഷ്ട്രർക്ക്. 100 കണക്കിന് വാസനകളാണ് ഏത് സമയവും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മുളപൊട്ടിക്കൊണ്ടിരിക്കുന്നത്, ചിന്തകളായും. ദേ ആർ ഓൾ ലേറ്റൻറ്റ് ടെൻഡൻസീസ്. ഇത് കാണുക, കേൾക്കുക, 5 ഇന്ദ്രിയങ്ങൾ, പഞ്ചപാണ്ഡവർ അല്ലേ. നോക്കൂ, ഈ പഞ്ചപാണ്ഡവരായ നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളും 100 കണക്കിന് ചിന്തകളും കൊണ്ടാണ് നമ്മൾ മല്ലിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പല വിഷമങ്ങളും വരും, പേടിയുണ്ടാകും, പല ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. നമുക്കൊരിക്കലും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സാധിക്കില്ല. സോ ഈ എനിമീസ് ഉണ്ടല്ലോ, അതിനെ വകവരുത്താനാണ് പറയുന്നത്. ഇവിടെ അദ്ദേഹം പറയുകയാണ്, ഓൾ ദീസ് എനിമീസ് ഹാവ് ഓൾറെഡി ബീൻ സ്ലെയിൻ ബൈ മീ. നിനക്ക് ആ പ്രോസ്പെറസ് കിങ്ഡം എന്ന് പറയുന്നത് മോക്ഷമാണ്, സ്വരാജ്യം. ഇതൊരു സ്ഥലം മാത്രമല്ല, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ കിങ്ഡം ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും ആത്മാവിനെ അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ പീസ് ഉണ്ടല്ലോ, ആ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള പൂർണ്ണമായ ആ അവസ്ഥ നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ശരിയായ കിങ്ഡം. സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഫൈറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. എഴുന്നേറ്റ് നിന്ന് യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. സത്യത്തിൽ ഒരു വയലൻസിലല്ല, ഒരു വയലൻസിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുകയാണോ കൃഷ്ണൻ ചെയ്യുന്നത്? അല്ല. ഡീപ്പർ മീനിങ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ശത്രുക്കളുണ്ടല്ലോ, നമ്മുടെ വാസനകളും ചിന്തകളൊക്കെ ഉണ്ടല്ലോ, അതിനെ അതിജീവിച്ചു കൊണ്ട് സെൽഫ് എൻക്വയറി, അതായത് ആത്മാവിനെ അറിയാൻ നീ ശ്രമിക്കണം, ആത്മാവിലേക്ക് നീ എത്തണം. അപ്പോഴാണ് നിനക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കൂ. പക്ഷെ മനസ്സിലാക്കണം, നീ ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. നീ മനസ്സിൽ ഈ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് മുന്നേറിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ സഹായിക്കും. ഈശ്വരനെ പോലെ ഞാൻ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ ഈശ്വരൻ എൻ്റെ ഉള്ളിലാണ്. അപ്പോൾ കൃത്യമായ സാധന ചെയ്തുകൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ശത്രുക്കൾ വന്നുകൊണ്ടേയിരിക്കും, കാരണം വാസനകൾ അവിടെയുണ്ട്. അപ്പോൾ അർജുനനോട് വെറുതെ ഇരിക്കാൻ പറയുന്നില്ല. ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ജീവിതം
നമ്മളോട് പറയുകയാണ്, ഒന്നിൽ നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കരുത്. പല വിഷമങ്ങളും നമുക്ക് വരും. പക്ഷേ നിങ്ങൾ ഒരു കർത്തൃത്വ ബോധമുള്ള വ്യക്തിയായി നിലകൊള്ളുകയാണെങ്കിൽ, ഈഗോ ആണെങ്കിൽ ഫൈറ്റ് വലിയ വിഷമായിരിക്കും, ബാറ്റിൽ വല്ലാത്ത വിഷമായിരിക്കും. അപ്പോൾ ഈ ദേഹാത്മബുദ്ധിയുണ്ടല്ലോ, ഐ ആം ദ ബോഡി എന്ന സങ്കല്പം വിട്ട ശേഷം നമ്മൾ എന്ത് ചെയ്യണം? യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വഴി വളരെ ഈസിയാണ്. ശത്രുക്കളുണ്ടെങ്കിലും ശത്രുക്കൾ ശരിക്കുമില്ല. അതാണ് കൃഷ്ണൻ പറയുന്നത്, ഓൾ ദീസ് എനിമീസ് ഹാവ് ഓൾറെഡി ബീൻ സ്ലെയിൻ ബൈ മീ. ഈ ശത്രുക്കളെ ഞാൻ ഓൾറെഡി വകവരുത്തിയിട്ടുണ്ട്. നീ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് എത്താൻ സാധിക്കും എന്നവർ. ഇതൊരു അദ്വൈതിക് പെർസ്പെക്റ്റീവിലുള്ള മീനിങ് ആണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് പല വിഷമങ്ങളും ഉണ്ടാവും, പല ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവും, ദേഷ്യമുണ്ടാവും. നമ്മൾ ചിലപ്പം കർമ്മയെ പഴിചാരുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കും എത്രയോ ജന്മങ്ങൾ എടുക്കേണ്ടി വരും എനിക്ക് ആത്മസാക്ഷാത്കാരത്തിന്. ഇതെല്ലാം പറയുന്നത് ഈ കർത്തൃത്വ ഭാവത്തിലിരുന്നു കൊണ്ടിരിക്കുന്ന ഒരു ഞാൻ മാത്രമാണ്. സത്യം എന്താണ്? സത്യം നമ്മളെല്ലാവരും സെൽഫ് തന്നെയാണ് എന്നാണ്. നമ്മൾ ഈഗോ അല്ല. അപ്പോൾ ഈ സത്യം എപ്പോഴാണോ നമുക്ക് വെളിവാകുന്നത്, അതാണ് റിയലൈസേഷൻ. സോ ദ പ്രോബ്ലംസ് ദറ്റ് വി പെർസീവ് ഡു നോട്ട് റിയലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാനെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ചിത്രം ഇങ്ങനെ വേണമെങ്കിൽ കാണിക്കാം. അർജുനൻ ഈഗോ ആയും കൃഷ്ണൻ സെൽഫായും ആണുള്ളത്. ശത്രുക്കളെ ജയിച്ച് സമ്പന്നമായ ഒരു രാജ്യം ആസ്വദിക്കൂ എന്ന് പറഞ്ഞാൽ അർജുനോട് പറയാണ് കൃഷ്ണൻ, നീ ആത്മവിചാരം ചെയ്ത് നിൻ്റെ ഉള്ളിലുള്ള ആ സാമ്രാജ്യമുണ്ടല്ലോ അത് ആസ്വദിക്കാനാണ് പറയുന്നത്. ദ ബ്ലിസ് ഓഫ് ദ സെൽഫ്, ആനന്ദം. അപ്പോൾ ഇവിടെ ഡൂവർഷിപ്പ് വന്നു കഴിഞ്ഞാൽ എന്താ വേണ്ടത്? അർജുനന് പ്രശ്നങ്ങളാണല്ലേ, നമുക്കും പല പ്രശ്നങ്ങളുമാണ്. ആ ഒരു മനസ്സിൽ ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ വിചാരം ചെയ്യുകയാണ് വേണ്ടത്. വിചാരം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന്. ഈ ശരീരവും മനസ്സും വെറും ഉപകരണങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. വിചാരം ചെയ്ത് ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ യഥാർത്ഥത്തിൽ സച്ചിദാനന്ദം ആണ് എന്ന്. എക്സിസ്റ്റൻസ്, കോൺഷ്യസ്നസ്, ബ്ലിസ്. അവിടെ നമുക്ക് ആങ്സൈറ്റി ഇല്ല, അവിടെ പേടിയില്ല. ദാറ്റ് ഈസ് വെയർ വി ക്യാൻ റിമെയിൻ ആസ് അവർ സെൽഫ്. അപ്പോൾ മനസ്സിൽ എന്ത് തന്നെ ചിന്ത വന്നാലും, ഓരോ കർമ്മം ചെയ്യുന്ന സമയത്തും ഞാനാണ് ചെയ്യുന്നത് എന്ന തോന്നൽ വന്നു കഴിഞ്ഞാൽ ഈ ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കലാണ് മഹർഷി നമ്മളോട് പറഞ്ഞു തന്നുള്ളത്. അർജുനൻ ചെയ്യേണ്ടതാണ് ഇതാണ്, നമ്മളും ചെയ്യേണ്ടതാണ്. ഐ ആം ദ ബോഡി എന്ന തോന്നൽ വന്നു കഴിഞ്ഞാൽ ആർക്കാണ് ഈ ചിന്തയുള്ളത്? ശരീരം ഒരിക്കലും പറയാറില്ല ഞാനാണിത് ചെയ്യുന്നത്. പറയാറുണ്ടോ? ഇല്ല. നമ്മുടെ ശരീരം ഒരിക്കലും വിളിച്ച് പറയില്ല ഞാനാ ചെയ്യുന്നത്. മനസ്സും വിളിച്ച് പറയില്ല, നമ്മളാണ് വിളിച്ച് പറയുന്നത്. ഈ മനസ്സ് നമുക്കൊരു തോന്നലുണ്ടാക്കിയ ശേഷം ഈ ഞാൻ എന്ന ചെറിയ ഒരു ഐ ഉണ്ടല്ലോ, അതാണ് പറയുന്നത് ഞാനാണിത് ചെയ്തത്, കർത്താവ് എന്ന്. എന്താണ് ഈ കർത്താവ് എന്ന് പറഞ്ഞ അർത്ഥം? ആരാണ് ഈ ഞാൻ എന്ന് നമ്മൾ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെത്തുന്നത് എവേക്കൻ്റ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക്. നേരത്തെ ഗീതയിൽ പറഞ്ഞത് കൃഷ്ണനായിട്ടാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ ചൈതന്യം ക്രിസ്തുവായിട്ടും നമ്മൾ വിശ്വസിക്കുന്ന ദൈവവുമായിട്ടും നമ്മുടെ ഉള്ളിൽ കൊടികൊള്ളുന്ന ശക്തിയായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ബി ആസ് യു ആറിൽ മഹർഷി പറയുന്നു, സോ ലോങ് ആസ് ദർ ഇസ് ദ സെൻസ് ഓഫ് ഡുവർഷിപ്പ് ദർ ഇസ് ദ സെൻസ് ഓഫ് എൻജോയ്മെൻറ്റ് ആൻഡ് ഓഫ് ഇൻഡിവിജ്വൽ വെൽ. കർത്താവാണ് ഞാനാണ് ചെയ്യുന്നത് എന്ന തോന്നൽ ഉള്ളിടത്തോളം കാലം ആസ്വാദനബോധവും, ദറ്റ് ഇസ് സെൻസ് ഓഫ് എൻജോയ്മെൻറ്റ്, വ്യക്തിഗത ഇച്ഛയും ഉണ്ടായിരിക്കും, ഇൻഡിവിജ്വൽ വില്ലും ഉണ്ടായിരിക്കും. But if this sense is lost through the practice of vichara, the divine will act and guide the course of events. The divine will act and guide the course of events. ഇപ്പോൾ കർത്താവാണ് എന്ന തോന്നൽ ഉള്ളിടത്തോളം കാലം നമുക്ക് ആസ്വാദനബോധവും വ്യക്തിഗത ഇച്ഛയും ഉണ്ടാകും എന്ന് നേരത്തെ പറഞ്ഞു. എന്നാൽ വിചാരം നമ്മൾ പരിശീലിച്ച് തുടങ്ങിയാൽ ഈ ബോധം നഷ്ടപ്പെടുകയും ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കുകയും സംഭവങ്ങളെ നയിക്കുകയും ചെയ്യുമെന്നാണ് രമണ മഹർഷി പറയുന്നത്. അപ്പോൾ ഈ കർത്തൃത്വ ഭാവം ഇല്ലാതെ നമുക്ക് എന്തും ചെയ്തു കഴിഞ്ഞാൽ ഭോക്തൃത്വ ഭാവവും ഇല്ലാതെയാകും. സോ
നമുക്ക് എപ്പോഴെങ്കിലും ഞാനാണിത് ചെയ്യുന്നത് എന്ന തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി വിചാരം ചെയ്യുകയാണ് വേണ്ടത്. അതാണ് സെൽഫ് എൻക്വയറി. കാരണം ഈ ഞാൻ എന്ന തോന്നൽ അതൊരു ഇല്യൂഷനാണ്, അത് അജ്ഞാനമാണ്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മളെന്താ വേണ്ടത്? നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ആരാണിത് പറയുന്നത്? ആരാണിത് ചെയ്യുന്നത്? ആർക്കാണ് ഈ ഭാവമുള്ളത്? ആർക്കാണ് ഞാനാണ് കേമൻ, ഞാനാണ് കേമി എന്ന തോന്നലുള്ളത് എന്ന് നമ്മൾ നോക്കണം. നമ്മൾ വിചാരം ചെയ്ത് കഴിഞ്ഞാൽ ആ ഐ തോട്ട് ഉണ്ടല്ലോ, ഞാനെന്ന ചിന്ത, പ്രഥമ ചിന്തയാണ് ഐ തോട്ട്. ആ ഐ തോട്ട് ഡിസോൾവ് ആയിട്ട് പോകും. ഐ തോട്ട് ഡിസോൾവ് ആയി കഴിഞ്ഞാൽ ഓണർഷിപ്പില്ല, ചെയ്യുന്ന കർമ്മത്തിന് പിന്നെ ഓണർഷിപ്പില്ല. ആക്ഷൻ നടന്നുകൊണ്ടിരിക്കും. ആക്ഷൻ ചെയ്യുന്നത് ശരീരമാണല്ലോ. ബട്ട് ദർ ഇസ് നോ ബഡി ഇൻസൈഡ് സെയിങ് ഐ ഡിഡ് ഇറ്റ്, അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരാളവിടെ ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ ഡിവൈൻ വിൽ സ്റ്റാർട്ട് ആക്ടിങ് ത്രൂ യു. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ടല്ലേ? ഞാനെന്ന ഭാവമില്ലാതെ നമ്മൾ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഇഫക്റ്റ് വല്ലാത്തൊരു സംഭവമാണല്ലേ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനെക്കാൾ എത്രയോ ബെറ്ററായിട്ട് നമ്മൾ അറിയാതെ ചെയ്യുന്ന പലതും നടക്കാറുണ്ട്. പക്ഷെ എന്താ പ്രോബ്ലം? ശേഷം നമ്മൾ വീണ്ടും പറയും ഞാനാണ് ചെയ്തത്. നമ്മൾ അറിയാതെ ചെയ്ത കാര്യം പിന്നീട് ഞാനത് ചെയ്തു എന്ന് പറയുന്നത് ഡബിൾ മണ്ടത്തരമാണ്. കാരണം ചെയ്ത സമയത്ത് അവിടെ ഞാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ഞാൻ വരുന്നത്? എന്നിട്ട് ഞാനാ ചെയ്തതെന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ നമ്മളെപ്പോഴും ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വിചാരം ചെയ്യണം. വിചാരം ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദറ്റ് ഹയർ പവർ വിൽ ടേക്ക് ഓവർ യുവർ ലൈഫ്. നമ്മൾ വല്ലാതെ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊരു പപ്പറ്റ് ഷോ പോലെ നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. പപ്പറ്റ് ഷോ ഇല്ലേ, ഈ പാവകളുടെ കളിയുണ്ടല്ലോ. ഈ പപ്പറ്റ് കയ്യും കാലമൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നു, അനക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ, ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പപ്പറ്റ് വെറിയാണ്, അയ്യോ എങ്ങനെയപ്പോൾ ഇനിയിപ്പോൾ ഈ സംഭവം മുഴുമിപ്പിക്കുക? ഈ ചരടോ മറ്റോ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പപ്പറ്റിന് തോന്നുകയാണ് ഞാനാണ് ഈ പപ്പറ്റ് ഷോ കളിക്കുന്നത് എന്ന്. വിചാരം ചെയ്യാന്ന് പറഞ്ഞാൽ അതർത്ഥം ഈ പപ്പറ്റ് ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഈ ചരടൊക്കെ ഉണ്ടല്ലോ, ആരാണ് ഇളക്കുന്നത് എന്ന് നോക്കിയാൽ മതി. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പപ്പറ്റിന് മനസ്സിലാവും അവിടെ ഒരു പപ്പറ്റിയറുണ്ട്. ആ പപ്പറ്റിയറാണ് ദ ഡിവൈൻ അല്ലെങ്കിൽ ഗോഡ്. അത് കാണുന്ന സമയത്ത് പപ്പറ്റിന് മനസ്സിലാവും, അയ്യോ ഇത്രയും നേരം ഞാൻ ഈ കയ്യും കാലും അനക്കി കളിച്ചതൊക്കെ സത്യത്തിൽ ഞാനല്ല ചെയ്തത് അല്ലേ, ഇത് ചെയ്തത് മറ്റേതോ ഒരു ശക്തിയാണ്, അവിടെയുണ്ട്, പുള്ളിയാണ് ഇതിൻ്റെ സൂത്രധാരൻ എന്ന് മനസ്സിലാകും. ഇത് മനസ്സിലാകുമ്പോൾ വളരെ സുന്ദരമായിട്ട് നിന്ന് കൊടുത്താൽ മതി പപ്പറ്റിന്, എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഇതാണ് ശരിക്കും സറണ്ടർ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇറ്റ് ഈസ് ഗിവിങ് അപ്പ് യുവർ ക്ലെയിം ഓൺ ദി ആക്ഷൻ. ഇറ്റ് ഈസ് നോട്ട് ഗിവിങ് അപ്പ് ലൈഫ്. നമ്മൾ ജീവിതം ഗിവ് അപ്പ് ചെയ്യുന്നില്ല, ജീവിതം ശരിക്കും ജീവിക്കാൻ തുടങ്ങുകയാണ്. എപ്പോഴാണ് തുടക്കം? വെൻ വി സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ വേ. നമ്മൾ വഴിയിൽ നിന്നും മാറി നിൽക്കുമ്പോൾ അതിലും മികച്ച വഴി നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നു. അതിനാണ് മിറക്കിൾ എന്ന് പറയുന്നത്. അത്ഭുതങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് ഡൂവർഷിപ്പ് ഇല്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ്.